മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവാദ കോലാഹലം നമ്മുടെ പൊതുമണ്ഡലത്തെ കൂടുതൽ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചു. പക്ഷേ നിവൃത്തിയില്ല. ആളുകൾക്ക് എൻ്റെ അഭിപ്രായം അറിഞ്ഞേ തീരൂ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ. ഇപ്പം തന്നെ രൂക്ഷമായിരിക്കുന്ന സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടും അല്ല ഇത് പറയുന്നത് എന്ന് മാത്രം ആമുഖമായിട്ട് പറയട്ടെ. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ 1985 എൻ്റെ അമ്മ സഹകരണ വകുപ്പിലൊരു ഉദ്യോഗസ്ഥയായിരുന്നു. അമ്മയ്ക്ക് പ്രൊമോഷനോട് കൂടിയിട്ട് പോസ്റ്റിംഗ് കിട്ടിയത് മലപ്പുറത്തായിരുന്നു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ കൺകറൻറ്റ് ഓഡിറ്ററായിട്ടാണ് അമ്മ പോയത്. അമ്മയ്ക്ക് മലപ്പുറം എവിടെയെന്ന് അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് മലപ്പുറത്ത് മുമ്പ് പോയിട്ട് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അമ്മ മലപ്പുറത്തേക്ക് പോകുന്നു. അവിടെ പോയി സെൻറ്റ് ജമ്മാസ് എന്ന് പറഞ്ഞൊരു കോൺവെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അതിന് തൊട്ടടുത്താണ് മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിരം. അവിടെ പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു, മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്ഥലമാണ്. അവിടെയുള്ള ആളുകൾ വളരെ സ്നേഹമുള്ളവരാണ്. ബാങ്കിലെ ജീവനക്കാരാണെങ്കിലും ബാങ്ക് പ്രസിഡൻറ്റ് കാരാടൻ മുഹമ്മദ് ഹാജി ആണെങ്കിലും മറ്റ് ഭരണസമിതി അംഗങ്ങളാണെങ്കിലും ഒക്കെ വളരെ സ്നേഹമായിട്ടും താല്പര്യത്തോടുമാണ് സ്വീകരിച്ചത്. യാതൊന്നിനും കുറിച്ച് ഒന്നും വേവലാതിപ്പെടാനില്ല എന്ന് പറഞ്ഞു. അമ്മ ഏതാണ്ട് 4-5 മാസത്തോളം അവിടെ ജോലി ചെയ്തു. അപ്പോഴത്തേക്കും എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നു. സ്ഥലം മാറ്റം കിട്ടി വരുമ്പോഴും അമ്മയ്ക്ക് മലപ്പുറത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പണ്ട് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. മലപ്പുറത്തെ ആളുകൾ വളരെ സ്നേഹമുള്ളവരും നന്മയുള്ളവരുമാണ്. സരളചിത്തരാണ്. പരസ്പരം സഹായിക്കാൻ യാതൊരു വൈമനസ്യവും ഇല്ലാത്തവരാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് എന്ന് പറഞ്ഞ അഭിഭാഷക സംഘടന അത് ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ കോർട്ട് സെൻറ്ററുകളിൽ പോയിട്ട് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളാണെങ്കിലും അവിടെയുള്ള അഭിഭാഷക ഗോസന്മാരും മറ്റാളുകളുമൊക്കെ കലവറയില്ലാത്ത സ്നേഹമാണ് എല്ലായ്പ്പോഴും തന്നിട്ടുള്ളത്. എനിക്ക് മലപ്പുറം ജില്ലയിലെ ആളുകളെക്കുറിച്ച് ഒരു എതിരഭിപ്രായമില്ല. അത് ആദ്യമേ തന്നെ തുറന്ന് പറയട്ടെ. ഇനി ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൺമുമ്പിൽ വന്ന 2 കേസുകളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന് ഒരു സർവീസ് കേസാണ്. നമ്മുടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സഖാവ് NK പ്രേമചന്ദ്രൻ ജലവിഭവ മന്ത്രിയുമായിരുന്ന കാലത്ത് വാട്ടർ അതോറിറ്റിയിൽ ജോലിക്കാരനായിരുന്ന ഒരാൾ, ഇയാൾ CPM-കാരനാണ്. അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റി. ലോക്കലായിട്ടുള്ള RSPക്കാർക്ക് ഇദ്ദേഹത്തോട് എന്തോ എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പുള്ളി ഒരു കാരണവശാലും മലപ്പുറത്ത് പോകാൻ താല്പര്യപ്പെടില്ല എന്ന് പറഞ്ഞു. മലപ്പുറത്തുമല്ല, താനൂരോ മറ്റുമായിരുന്നു അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയത്. അവിടെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മലപ്പുറം വളരെ നല്ല സ്ഥലമാണ്. മാത്രമല്ല ഇത്ര നാൾ തിരുവനന്തപുരത്ത് ജോലി തന്നെ മണ്ടത്തിലേക്ക് പോയി. ആദ്യമേ മലപ്പുറത്ത് വന്ന് എനിക്ക് ജീവിതം കുറേ കൂടി മനോഹരമാകുമായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്കും കൂടി ട്രാൻസ്ഫർ സംഘടിപ്പിച്ചു. അവരും മലപ്പുറത്ത് ഈ തിരൂരോ താനൂരോ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. 2 കുട്ടികളെയും മലപ്പുറത്ത് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തു. അങ്ങനെ ജീവിതം സ്വച്ഛസുരഭിലമായി മുന്നോട്ട് പോകുമ്പോൾ വേറൊരു അപകടം സംഭവിച്ചു. അങ്ങനെയാണ് കേസുണ്ടായത്. ഇദ്ദേഹം ഈ മലപ്പുറത്തേക്ക് മാറ്റിയ സമയത്ത് എന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ ചീഫ് എഞ്ചിനീയർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്ക് അനുകൂലമായിട്ട് ഉത്തരവായി. ഇദ്ദേഹത്തെ താനൂരിൽ നിന്ന് അല്ലെങ്കിൽ തിരൂരിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അദ്ദേഹം ആ ഉത്തരവായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഈ ഉടനെ ഒരു സ്റ്റേ മേടിക്കണം, എനിക്ക് തിരൂര് തന്നെ തുടർന്ന് താമസിക്കണം, എനിക്ക് മലപ്പുറം ജില്ല മതി, എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ദൈവകൃത്യം കൊണ്ട് റിട്ട് കൊടുക്കുകയും അപ്പോൾ തന്നെ സ്റ്റേ കിട്ടുകയും. അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തുടങ്ങിയിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സമാധാനം നമ്മൾ പുനഃസ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ജോലി റിട്ടയർ ചെയ്തപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയോ അതോ മലപ്പുറത്ത് തന്നെ സ്ഥലം വാങ്ങിച്ച് താമസിക്കണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഒരനുഭവം. ഇത് പറയുമ്പോൾ ഈ അഭിപ്രായം പറയുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഇനി പറയാൻ പോകുന്നത് കുറച്ചും കൂടി പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഇത് മാത്രമായിട്ട് അടർത്തിയെടുത്ത് ദുഷ്പ്രചരണം നടത്തരുത് എന്ന് പ്രിയ സുഹൃത്തുക്കളോട് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയ മറ്റൊരു സർക്കാർ വകുപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തതല്ല, മറന്നുപോയതുമല്ല, മനഃപൂർവ്വം പറയാത്തതാണ്. മറ്റൊരു സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ്റെ അനുഭവമാണ്. ഇദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ്. ഇവിടെ നിന്ന് ട്രാൻസ്ഫറായിട്ട് മലപ്പുറത്ത് പോയി ജോയിൻ ചെയ്തു. മലപ്പുറം ടൗണിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഒരു വൈകുന്നേരം അദ്ദേഹം മലപ്പുറം പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് കാർ പാർക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എന്തോ ചെറിയ പാനോപചാര പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ
തദ്ദേശീയനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ചെറിയ വാക്കുതർക്കമുണ്ടായി കാറ് പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ചെറുപ്പക്കാരൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ പിടിച്ച് നല്ല ഇടി വെച്ച് കൊടുത്തു. ഇടി എന്ന് വെച്ചാൽ നല്ല ഒന്നൊന്നര ഇടിയായിരുന്നു. അങ്ങനെ ഇടി കൊണ്ട് പുള്ളി പോലീസുകാർ തന്നെ, കാരണം പോലീസ് ഓഫീസിൻ്റെ മുമ്പിലാണല്ലോ, അവിടുന്ന് പോലീസുകാർ തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്നാക്കി. അപ്പോൾ തരക്കേടില്ലാത്ത പരിക്കൊക്കെ ഉണ്ട്. പുള്ളി ആ രാത്രി ആ സർക്കാർ ആശുപത്രിയിൽ അടിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അവർ പോലീസിൽ പരാതി കൊടുക്കാൻ ചെന്നു. പക്ഷേ അപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്നറിയോ? ഈ ഇടിച്ച ചെറുപ്പക്കാരൻ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു. ഭവനഭേദനത്തിനും ബലാത്സംഗ ശ്രമത്തിനും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വീട് കയറി തല്ലി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ ഈ മലപ്പുറം ടൗണിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വീട്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു ലീഗ് നേതാവിൻ്റെ പേര് പറഞ്ഞു. ആ നേതാവിൻ്റെ ഡ്രൈവറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഡ്രൈവറായിരുന്നു. ആ നിലയ്ക്ക് അദ്ദേഹം പ്രസിദ്ധനുമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ചെറുപ്പക്കാരൻ. ഇവൻ ഇടി കഴിഞ്ഞ ഉടനെ തന്നെ നേതാവിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. നേതാവ് അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ ആളാണ്, ഓൻ്റെ പേരിൽ കേസെടുക്കരുത്. അപ്പോൾ എന്ത് പറ്റി? സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രതിയായി, ഇടിച്ചവൻ യോഗ്യൻ. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കൂടി ആ സർക്കാർ ഉദ്യോഗസ്ഥനെ വിളിച്ചു. അയാൾ അവിടുന്ന് സ്ഥലമാറ്റം കിട്ടി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇപ്പോൾ പിണറായി വിജയനല്ലേ രാജ്യം ഭരിക്കുന്നത്, പക്ഷേ മറ്റേ നേതാവിനാണ് ഹോൾഡ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നു സാർ, ഈ മലപ്പുറം എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലമാണ്. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും മുസ്ലിം ലീഗുകാർ പറയുന്നതാണ് ന്യായം. ഇടി കിട്ടിയത് എനിക്കാണ്, പക്ഷേ പ്രതിയായത് ഞാനാണ്. ഇങ്ങനൊരു സംവിധാനത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ CPM-കാർ ചെയ്യുന്ന പോലത്തെ പരിപാടികളാണ് മലപ്പുറം ജില്ലയിൽ ലീഗുകാർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു മേൽക്കോയ്മ അവിടെയുണ്ട്. നമ്മളെപ്പോലുള്ളവർക്ക് ഇടി കൊള്ളാൻ മാർഗമുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്താ പറയുന്നത്? SNDP-കാർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ സ്കൂളിനെ അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല, കോളേജുകൾ കിട്ടുന്നില്ല. മൊത്തം കാര്യങ്ങളും മുസ്ലിം ലീഗുകാരും അവരുടെ പാർശ്വവർത്തികളും തമ്മിൽ വീതിച്ചെടുക്കുകയാണ്. അത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളെക്കുറിച്ച് നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എനിക്ക് തോന്നുന്നത് ഈ ഇടികൂട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം പൊതുജീവിതത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗുകാരാണ്. അവരുടെ ഒരു അപ്രഖ്യാപിതമായ മേൽക്കോയ്മ അവിടെ നിലനിൽക്കും. മറ്റാർക്കും അവിടെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പൊതുപ്രവർത്തനം നടത്താനോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പങ്ക് പറ്റാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് മുതലാളി പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചുമല്ല. സത്യത്തിൽ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞ ഉടനെ ആ സെക്കൻഡ് മുതൽക്ക് ഇവിടെ പല കേന്ദ്രങ്ങളിൽ നിന്നും വെള്ളാപ്പള്ളിക്കെതിരെ വലിയ വിമർശനം ഉണ്ടായി. സ്വാഭാവികമായിട്ട് വിമർശനം ഉണ്ടാവും. എനിക്ക് തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. ഈ ഇങ്ങനൊരു പശ്ചാത്തലം അവിടെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഉപയോഗിച്ച ഭാഷ കുറച്ച് പ്രാകൃതമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശനല്ലേ, ഇങ്ങനെയല്ലേ അദ്ദേഹത്തിന് പരാമർശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും പക്ഷേ ഇതിനുണ്ടായ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരുന്നു. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട മൊത്തം ബുദ്ധിജീവികളും പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരും നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും INL-കാരും PDP-ക്കാരും എന്ന് വേണ്ട, അവരിതൊരു മതപരമായ വിഷയമാക്കി എടുത്തു. അതാണ് എൻ്റെ പ്രത്യേകത. മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ടാണ് നടേശൻ മുതലാളി പറഞ്ഞത്. അതേ മുസ്ലിം എന്നുള്ള വാക്കോ മുസ്ലിം ലീഗ് എന്ന വാക്കോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചില്ല. പക്ഷേ മലപ്പുറം = മുസ്ലിം മുസ്ലിം ലീഗ് എന്ന രീതിയിൽ ആളുകൾ ഇത് വായിച്ചെടുക്കുകയും അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ ആക്ഷേപങ്ങൾ ചൊരി പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പോലീസുകാരിതിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ട് കാര്യമുണ്ട്. ഒന്നാമത് പിണറായി വിജയനോട് അടുപ്പമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ, അതുകൊണ്ട് കേസ് നിൽക്കില്ല. രണ്ടാമത്തേത് മലപ്പുറം ജില്ലയെ പറ്റി പറയുന്നത് ഒരു മതത്തിനെതിരായിട്ട് പറയുന്നതായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. മലപ്പുറം ജില്ല എന്ന് വെച്ചാൽ നാനാ ജാതി മതസ്ഥരും നാനാ പാർട്ടിക്കാരും ഉള്ള ഒരു സ്ഥലമാണ്. അതിലപ്പുറമില്ല, അതിലിപ്പുറമില്ല. അതുകൊണ്ട് കേസ് നിൽക്കുകയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് ഉൽപ്പാദിപ്പിച്ച ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്നറിയാം. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ചും മലപ്പുറത്തുകാരെക്കുറിച്ചും വേണ്ടത്ര ധാരണയില്ലാതെ നടത്തിയ ഒരു പരാമർശം എന്ന രീതിയിൽ അവഗണിക്കുന്നതിന് പകരം ഈ മുസ്ലിം ലീഗിൻ്റെയും PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നേതാക്കന്മാർ ഉൽപ്പാദിപ്പിച്ച ഒരു
സാമുദായിക ദ്വേഷത്തിൻ്റെ അന്തരീക്ഷം അതിഭയങ്കരമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിലെ ബാക്കി 13 ജില്ലകളിലും SNDP യോഗത്തിൻ്റെ പ്രവർത്തകർ പാണക്കാട് ശിഹാബ് തങ്ങളുടെ, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കോലം കത്തിക്കുന്ന അവസ്ഥയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാണക്കാട് തങ്ങളുടെ കോലം ഈ പട്ടണങ്ങളിലും ഗ്രാമാന്തരങ്ങളിലുമൊക്കെ കത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇത് ഈഴവ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പർദ്ധയുടെ മത്സരത്തിൻ്റെ ഒരു വിഷയമായിട്ട് മാറി എന്നുള്ളതാണ്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. അതിൽ നിന്ന് ചിലരൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. ഇത് കാതുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.